Good morning. ഹാപ്പി മോർണിംഗ്. എല്ലാവരും വീഡിയോ മോഡിൽ വന്നേ. വീഡിയോ മോഡിൽ വരാൻ സാധിക്കുന്നവരെല്ലാവരും വീഡിയോ മോഡിൽ വരാം. ഒരാൾ പോലും വീഡിയോ മോഡിലില്ല. ഓക്കെ, മൈമുന മാം. മോർണിംഗ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി അല്ലേ എല്ലാവരും? എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു, സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. റെഹാൻ മാം, സുബൈദ മാം, മൈമുന മാം. ഓക്കെ, നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ റിലാക്സ്ഡ് ആണ്, എനർജറ്റിക് ആണ് അല്ലേ? ഒരു പുതിയ ദിവസം വളരെ പവർഫുൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. നീട്ടിവെക്കുന്ന സ്വഭാവം അല്ലേ? നാളെ നാളെ എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം. അതിന്റെ കാരണങ്ങളും സൊല്യൂഷൻസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പ്രോബ്ലം ഉണ്ടോ? നീട്ടിവെക്കുന്ന സ്വഭാവം ഉള്ളവരാണോ ഇവിടെ ഇരിക്കുന്നവരില്? അതെ, ഏകദേശം ഒരു 95% ആളുകളും പറയുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലേ? നീട്ടിവെച്ച് പോവാണ്, ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഗോളൊക്കെ ഉണ്ട് ലൈഫിൽ. ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്തോ ബ്ലോക്ക് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവയെല്ലാം നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഈ ഒരു ഇതിന്റെ റീസൺ എന്താണ്? ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതിന്റെ റീസൺ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. അതിന്റെ റീസൺസ് ഒക്കെ അറിയാമോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. മടി പിടിച്ചിരിക്കരുത്. ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നതും നിങ്ങളൊന്ന് ആക്റ്റീവ് ആവാനാണ്. ഈ ഒരു മോർണിംഗ് ടൈം നിങ്ങൾ ഇത്രയും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഇപ്പൊ നമുക്ക് റീസൺസിലൂടെ പോവാം. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? ഇപ്പൊ ഇത് മുതിർന്നവരുടെ മാത്രം കേസ് അല്ല, നമ്മുടെ മക്കളുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ടീനേജേഴ്സ് അല്ലേ, ഒരു 11 ടു അല്ലെങ്കിൽ 10 ടു 19 ഇയേഴ്സ് ഓൾഡിൽ ഉള്ള കുട്ടികൾ വരെ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷന്റെ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട് അല്ലേ? പഠനത്തിന്റെ കാര്യവുമായൊക്കെ ബന്ധപ്പെട്ട് അവർ നീട്ടിവെച്ച് കൊണ്ടുപോയി ലാസ്റ്റ് എവിടെ എത്തുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാവുന്നത്? എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ എല്ലാം കൂടെ പഠിക്കാൻ പറ്റാതെ അവർ ഓവർവെൽംഡ് ആയി ബുദ്ധിമുട്ടിലേക്ക് പോകും അല്ലേ? അപ്പം ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ്? ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആയിത്തീരാൻ ഉള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ് ഇന്നുള്ള ഈ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്, സോറി, ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് ലോ സെൽഫ് എസ്റ്റീം ആണ്. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു മതിപ്പില്ല, ഒരു ആത്മാഭിമാനം ഇല്ലാത്തൊരവസ്ഥ. അത് ഒരു കാരണമാണ്.
എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കൊന്നിനും പറ്റില്ല, എനിക്ക് ഞാൻ പോരാ, ഞാൻ മോശമാണ് എന്നുള്ള ഒരു നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് വരുന്ന ഒരു ചിന്ത, അതുപോലെ സോറി, ഇത് വല്ലാതെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സുള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണം, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, അല്ലെ? എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആയിട്ട് നമ്മൾ ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫിലേക്ക് എത്തുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ബേസിക് ഒരു നീഡ് പോലെയാണ്, അല്ലേ? പക്ഷേ ഇതിൽ നിന്നും നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ലോ സെൽഫ് എസ്റ്റീം. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് നമുക്ക് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനോ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ആ ഒരു സ്കില്ല് എന്താണെന്ന് തിരിച്ചറിയാനോ ഒന്നും സാധിക്കാതെ നമ്മൾ മൂടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലേ? ലോ സെൽഫ് എസ്റ്റീം, നമുക്ക് സ്വന്തത്തെക്കുറിച്ച് തന്നെ ഒരു ആത്മാഭിമാനമില്ലാത്ത അവസ്ഥ, സ്വന്തം കഴിവുകളെക്കുറിച്ചോ നമ്മളിന്ന് വാല്യൂവിനെ കുറിച്ചോ നമ്മൾ എത്രത്തോളം വാല്യുബിൾ ആണെന്നോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ലാത്തത് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കാരണമാണ്. നീട്ടിക്കൊണ്ട് പോകും, അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു ലോ സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടാവുന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? ഇത് എത്തുന്നതിന് വലിയൊരു റീസൺ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചൈൽഡ്ഹുഡിൽ നമ്മൾ കമ്പാരിസൺ നമ്മുടെ പാരൻസിൽ നിന്നോ സിബ്ലിങ്സിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നൊക്കെ മറ്റുള്ളവരുമായി നമ്മെ കമ്പയർ ചെയ്ത് നമ്മെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു മോശം ഇമേജ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ലോ സെൽഫ് എസ്റ്റീം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ചെയ്യാൻ സാധിക്കാതെ അതിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ലോ സെൽഫ് എസ്റ്റീം വളരെ വലിയൊരു കാരണമാണ് പ്രോക്രാസ്റ്റിനേഷന്. അപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ആ ഒരു പ്രൗഡ് ഫീലിങ്ങും അതുപോലെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട്, ഈ ഒരു സെൽഫ് എസ്റ്റീം കാരണമായിട്ടുള്ള പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനുള്ള ഒരു വഴി. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ സെൽഫ് ഫോർഗീവ്നെസ്സിലൂടെ നമുക്ക് സെൽഫ് എസ്റ്റീം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിറർ പ്രാക്ടീസ്, അല്ലേ? മിറർ പ്രാക്ടീസിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ സെൽഫ് ലവ് അതുപോലെ ആ ഒരു സെൽഫ് വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെൽഫ് സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക, സെൽഫ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ഇവയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കോഴ്സിലൂടെയും അതുപോലെ പല യൂട്യൂബിലായാലും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഇവയെല്ലാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുപോലെ നമ്മെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്കില്ല് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് എന്താണ് വേണ്ടത്? ഞാൻ പോരാ, ഞാൻ മോശമാണ് എന്നല്ല വേണ്ടത്. ഐ ആം സ്ട്രോങ്, ഐ ആം കേപ്പബിൾ, ഐ ക്യാൻ അച്ചീവ്, ഐ ആം ആൻ അച്ചീവർ. ഈ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. നമുക്കതിന് പകരം നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ എനർജി ലോ ആയിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഒരിക്കലും നമ്മൾ നമ്മെ എന്ത് ചെയ്യരുത്? സെൽഫ് ബ്ലെയിം ചെയ്യരുത്. ബ്ലെയിം ചെയ്യരുത് മീൻസ് നമ്മെ കുറ്റപ്പെടുത്തരുത്. നമ്മെ കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവരിൽ നിന്നാവാം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ മെജോറിറ്റി വരുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ടീച്ചേഴ്സിൽ നിന്നും പാരൻസിൽ നിന്നും സിബ്ലിങ്സിൽ നിന്നും ഒക്കെ നിനക്ക് കഴിയില്ല. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെ കുട്ടിയോട് നമ്മൾ പറയാറുണ്ട്, അല്ലേ? എന്താ നീ ഒന്നും പഠിക്കാത്തത്, എന്താണ് അങ്ങനെ ആ ഒരു അവന് കഴിയില്ല 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 എന്നുള്ളൊരു വിശ്വാസം അവൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നീ ഒന്നും പഠിക്കുന്നില്ല, നിനക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുട്ടികളെ എപ്പോഴും, അല്ലേ, നമ്മളിപ്പം ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയ കാര്യങ്ങളിൽ നിന്നാണ്
നമ്മൾ ഈ രീതിയിലായി തീർന്നിട്ടുള്ളത്. മെജോറിറ്റി കുറച്ച് ഇപ്പോഴുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മെ തന്നെ വാല്യൂ ചെയ്യാൻ സാധിക്കണം. നമ്മെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ നമ്മെ മനസ്സിലാക്കണം. നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയണം. എന്നിട്ട് അതുമായി നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും? നീട്ടി 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 കൊണ്ടുപോകും, അല്ലേ? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ലൈഫിൽ പല പ്രോബ്ലംസിലൂടെ നമ്മൾ കടന്നു പോവാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ചൊരു മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വന്നു. എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ആവാം, പാർട്ട്ണറായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാരൻസുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായി, അല്ലെങ്കിൽ മക്കളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എന്തായിരിക്കും, നമ്മുടെ എനർജി ഏത് രീതിയിലായിരിക്കും? ഡൗൺ ആവോ അതോ ഹൈ ആവോ? ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. നമുക്ക് സ്ട്രെസ്സോ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതെ, ഡൗൺ ആവും, അല്ലേ? അതെ, നമ്മൾ ആ ഒരു എനർജി ഡൗൺ ആയി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവും. എന്താണ് അവിടെ റീസൺ എന്താ വരുന്നത്? നമ്മളൊരു ട്രോമ അനുഭവിക്കുമ്പോൾ, നമ്മൾ ഒരു നെഗറ്റീവായിട്ട് ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, നമ്മൾ സങ്കടം, ദേഷ്യം, വെറുപ്പ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷനിലൂടെ നമ്മൾ കടന്നു പോകും. ഈ ഒരു നെഗറ്റീവ് ഇമോഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് ഹോർമോൺസ് ആണ്. കോർട്ടിസോള്, അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, റിലീസ് ചെയ്യപ്പെടുന്നത്. അത് നമ്മെ എന്താക്കും? ഡൗൺ ആക്കുകയാണ് ചെയ്യുക. ഓവറായിട്ട് മീൻസ് ഒരുപാട് നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സെല്ലുകളിൽ കടന്ന് എന്ത് ചെയ്യും? ടോക്സിൻസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരുപാട് നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും എനർജി ഫീൽ ചെയ്യില്ല. നമ്മൾ ഡൗൺ ആയി, നമ്മളൊരു ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഈ രീതിയിലേക്ക് നമ്മൾ പോകും. പെട്ടെന്ന് റിലാക്സേഷൻ കിട്ടുന്ന, അതിൽ നിന്നും ആ ഒരു അനുഭവിക്കുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്നും പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ആവണം, അല്ലേ? നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ബ്രെയിൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഒരു സന്തോഷവും സമാധാനമാണ് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു സുഖം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഉറക്കം, ഓവർ സ്ലീപ്പിങ്ങിലേക്ക് പോകും, അല്ലേ? ഉറങ്ങും. അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഓവർ ഈറ്റിംഗ് അഡിക്ഷൻസിലേക്ക് നമ്മൾ പോകുന്നതിന് കാരണം സ്ട്രെസ്സാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിരന്തരം നമ്മൾ പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലം നന്നായിട്ട് ഉണ്ടാവും. ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു അഡിക്ഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത മാറി മറ്റൊരു എൻ്റെ ഒന്ന് എൻ്റർടൈൻ ആവണം എന്നുള്ള രീതിയിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗോളുകളോ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേ ഉണ്ടാവില്ല. നമ്മൾ വല്ലാത്തൊരവസ്ഥയിലൂടെ അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്താണ്, നമ്മൾ ട്രോമ ഹീലിംഗിലേക്ക് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമകൾ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ചില ആളുകളുടെ കേസിൽ നമ്മുടെ കോഴ്സിലേക്ക് വരുന്നവരൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു ചൈൽഡ്ഹുഡ് മുതലേ ഇത്രയും സ്ട്രെസ്സിലൂടെ കടന്നു വന്നവരായിരിക്കും. പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ സിബ്ലിങ്സിൻ്റെ ആ ഒരു മൊത്തത്തിൽ ഒരു ഫിനാൻഷ്യലി ആവാം, റിലേഷൻഷിപ്പിലാവാം, ഒരു ടോട്ടലി അവർ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു വരുന്ന ആളുകൾ, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈവൻ അവർക്ക് ഈ ഒരു പ്രാക്ടീസ് പോലും ചെയ്യാൻ കഴിയാത്ത വിധം അവർ ഡൗൺ ആയിട്ടുണ്ടാവും. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് മാത്രമല്ല
സാധാരണക്കാർക്ക് പോലും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ്സും ആങ്സൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നീട്ടി 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 നമ്മൾ കൊണ്ടുപോകും. അതൊരു കാരണമാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ട്രോമ ഹീലിങ്ങിലൂടെ കടന്നു പോവുക. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പോസിറ്റീവായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് മനസ്സിലാക്കി ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത്, ഏത് പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കി കാണുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് എനിക്കൊരു പ്രോബ്ലം വന്നു എന്ന് വിചാരിച്ച് എൻ്റെ ജീവിതം അങ്ങ് അവസാനിച്ചു പോവാണെന്ന് വിചാരിച്ച് ഡൗൺ ആയി ഇരിക്കാതെ എന്ത് ചെയ്യുക, അത് പോസിറ്റീവായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചിന്തിച്ച് അതിലേക്ക് പോവുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് വീണ്ടും 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 ചിന്തിച്ച് 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 നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ വലുതാക്കി കൊണ്ടുവരുന്നതിന് പകരം അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് അതിനുള്ള സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാരണം എന്താണ്? സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ആണ് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന പ്രോബ്ലം ഉള്ളതിന് കാരണം. നെക്സ്റ്റ് വരുന്ന എന്താണ്? ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്. നമുക്കൊരു ഗോൾ ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ നീട്ടി 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 കൊണ്ടുപോകുന്നതിൻ്റെ ഒരു നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്. നിങ്ങളെല്ലാവരും ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളവരാണോ? ഇവിടെയുള്ള എല്ലാവരും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. ഇടയ്ക്കിടെ ടെക്സ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തവരാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, ഷോർട്ട് ടേം ഗോൾസും ഉണ്ട്, ലോങ് ടേം ഗോൾസും ഉണ്ട് അല്ലേ? ഇതിൽ ഏതാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്? രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇപ്പോ ഒരുപാട് പേര് ഗോൾസ് സെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു, അവർക്ക് അറിയാമായിരിക്കും. അവര് ചിലപ്പോ റീസെന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ ലൈഫും സെറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള അവരുടെ ലൈഫും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഡിഫറെന്റ് ആണോ? നിങ്ങൾക്ക് ഗോൾ ഇല്ലാത്ത സമയത്ത് ഉള്ള ആ ഒരു ലൈഫും ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈഫും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? യെസ്, ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഗോൾസ് ഇപ്പൊ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. വെരി ഗുഡ്. അതെ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹങ്ങളില്ലേ, എല്ലാവർക്കും ഏതൊരു മനുഷ്യന്റെ ആഗ്രഹമാണ് ബെറ്റർ ലൈഫ്, നല്ല വീട്, നല്ല വാഹനം, അല്ലേ? നല്ലൊരു കുടുംബ ജീവിതം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. പക്ഷേ അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് പലരും പല രീതിയിലാണ് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ആക്ഷനിലേക്ക് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വലിയ റീസൺ എന്താണ്? ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്. നല്ലൊരു ഗോൾസ് സെറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവില്ല, ഒരു ബോധം നമുക്ക് ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പൊ നാളെ നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം അല്ലേ? ഡെയിലി നമ്മൾ എപ്പോഴാണ് എണീക്കാറുള്ളത്? ഇപ്പൊ ഇവിടെയുള്ളവർ നേരത്തെ എണീക്കുന്നവരാണ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 7 മണിക്ക് എണീക്കുന്ന ഒരു കുട്ടി ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അവർ ഓക്കെയാണ് അല്ലേ? നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു 4 AM ആവുമ്പോഴേക്കും റെഡിയായി
ആ ട്രിപ്പിലേക്ക് ഒരുങ്ങും. അപ്പോൾ എന്താണ് ആ ഒരു കുട്ടി സാധാരണ എഴുന്നേറ്റ് വരാറുള്ളത് എങ്ങനെയായിരുന്നു? ഒരു 7 AM-നായിരുന്നു എണീക്കാറുള്ളത്. ആ ഒരു കുട്ടിക്ക് ഒരു ഗോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നാളെ ട്രിപ്പ് പോകണം, ഈ ഒരു ടൈമിൽ ഞാൻ എണീക്കണം, ഈ ഒരു ടൈമിൽ ഞാൻ പ്രിപ്പയർഡ് ആവണം എന്നുള്ള ഒരു ഇന്റൻഷനും ഒരു ഗോളും ഉള്ളിലുണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ എന്തായി? കാര്യം പോസിബിൾ ആയി. നേരത്തെ എണീക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി. അതുപോലെ തന്നെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അത് ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ കൂടെ ആഡ് ചെയ്ത് പറയാണ്, നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷൻ ബോർഡിലാക്കിയിട്ട് നിങ്ങളത് വിഷൻ ബോർഡ് അറിയാലോ, ഒരു ബോർഡിൽ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു പിക്ചറൈസ് ചെയ്ത് നിങ്ങളൊരു അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ഒരു ബോർഡിൽ എഴുതി ബോർഡിൽ ഒട്ടിച്ച് വെച്ച് നിങ്ങൾ എപ്പോഴും കാണുന്ന രൂപത്തിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗോളിനെ കുറിച്ച് എപ്പോഴും നിങ്ങൾ ബോധേഡായിരിക്കും. അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ആഗ്രഹങ്ങൾ മാത്രം പോരാ, ആക്ഷനിലേക്കും വരണം. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ആഗ്രഹങ്ങളാണ്, എല്ലാം അച്ചീവ് ചെയ്യണം, ഒരു ബെറ്റർ ലൈഫ് വേണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആക്ഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഈ ഗോൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാം, നാളെ നമുക്കൊരു ലിമിറ്റിംഗ് പീരീഡ്, ഒരു പീരീഡിന് ഒരു ലിമിറ്റ് ഇല്ല അല്ലെ, എന്നും ചെയ്യാം, എപ്പോഴും ചെയ്യാം എന്നായിരിക്കും. അതിന് പകരമായിട്ട് നമ്മൾ ഗോള് സെറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടാവും. ആ പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യണം. ഇവയെല്ലാം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിനുള്ള ആക്ഷൻ എന്ത് വേണം, ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവുകയും നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്തു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു റീസൺ ആയിട്ടുള്ളത് ഗോൾ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് കാര്യമില്ല, നമ്മളത് മറന്നു പോകും. ഇതുപോലെ വിഷൻ ബോർഡിലാക്കുകയോ അല്ലെങ്കിൽ മോർണിംഗിൽ ഒന്ന് എടുത്ത് വായിക്കുക അല്ലേ. നമ്മൾ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അഫർമേഷൻസ് കൊടുക്കുക, അത് വിഷ്വൽ ചെയ്യുക, ഈ ഗോൾസ് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വൽ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഗോളിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക അല്ലേ. അപ്പോൾ ഈ ഗോൾസിനെ കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിച്ച് അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതോടൊപ്പം യൂണിവേഴ്സ് നമുക്കത് നമ്മളിലേക്ക് കൊണ്ടുതരികയും ചെയ്യും. അപ്പോൾ ഒരു ഗോൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നതിന് ഇതിന് ഒരു സൊല്യൂഷനാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫിയർ ഓഫ് ഫെയിലിയർ. നമുക്ക് തോൽക്കുമോ എന്നുള്ള പേടി നമ്മളെ നീട്ടി വെച്ച് കൊണ്ടുപോകുന്നതിലേക്ക് നയിക്കും അല്ലേ. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനൊക്കെ വലിയ പ്ലാനൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താണ്, അത് ചെയ്താൽ ശരിയാവോ, അത് ഒരുപാട് ക്യാഷ് പോവോ അല്ലേ, റിസ്ക് എടുക്കാനുള്ള കഴിവില്ലായ്മ. നമ്മൾ പഠിക്കണം, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഏരിയാസും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ, ശരിയാണ്. പക്ഷേ ഈ ഒരു തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി, ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ നീട്ടി നാളെ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു കാര്യമൊക്കെ ചെയ്ത് തുടങ്ങി അതെങ്ങാനും ഫെയിലർ ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് എന്ത് പറയും അല്ലേ. മറ്റുള്ളവരെല്ലാവരോടും എന്നോട് ചോദിക്കും, ആ സമയത്ത് ഞാൻ എങ്ങനെ അവരോട് മറുപടി പറയും? അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യാതെ നീട്ടി വെച്ച് ഓക്കെ പിന്നെ ചെയ്യാം ആ ഒരു രീതിയിലേക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഗോള് സെറ്റ് ചെയ്യുക, ആ ഗോളിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോളജ് ആണോ അതിന് വേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിന് പഠിക്കേണ്ടത്, അത് പഠിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഒരു വേയിലൂടെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു പേടി അങ്ങ് മാറ്റി വെക്കുക. പേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴും കറേജിയസ് ആവണം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സുള്ളവരായിരിക്കണം. തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ അല്ലേ. ഒരുപാട് തോറ്റവരാണ് പിന്നീട് വളരെ വലിയ വിജയങ്ങളിലേക്ക് എത്തുന്നത്, അച്ചീവേഴ്സ് ആവുന്നത് അല്ലെ. ഓരോ പരാജയവും നമ്മൾ എന്തായിരിക്കണം,
വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നമ്മൾ കാണണം. ഏതൊരു പരാജയം വന്നു കഴിഞ്ഞാലും അതിൽ നിന്നും എന്താണ്, എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലാക്കി അത് പഠിച്ച് അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ അച്ചീവ് ചെയ്തേ പറ്റൂ. നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ള ഒരു ഉത്തമ ബോധം ഉള്ളവരായിട്ട് എല്ലാവരും മാറണം. ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിബിൾ ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവും. ആ ഒറ്റയ്ക്കാവുന്ന സമയത്തേക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒട്ടും നടക്കുന്ന കാര്യമല്ല. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഉയർന്നു പോകും. നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് മാറ്റി വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് പഠിച്ച് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് ആ ഒരു നോളജ് നേടിയതിന് ശേഷം മാത്രമായിരിക്കും അതിലുള്ള നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചോദിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ മുതിർന്നവരോട് അഭിപ്രായം ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം അതിലേക്ക് എത്താൻ. ഓടിപ്പോയി ചെയ്യാന്നല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു റൈറ്റ് വേയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങളത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫ് ഒരിക്കലും സ്പോയിൽ ചെയ്യരുത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരെന്ത് പറയും എന്നുള്ളത്. അത് കുറച്ച് ദിവസം അങ്ങ് പറയും, പിന്നെ അവർക്ക് വേറെ സബ്ജക്റ്റ് കിട്ടും, അവരത് പറയും. ആ ഒരു പറയുന്ന ആളുകൾ ആ രീതിയിൽ അങ്ങനെ പോകും. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്തേ പറ്റൂ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒരു പ്രോബ്ലം ആണ്, ഒരു റീസൺ ആണ് പെർഫെക്ഷനിസം. അല്ലേ? ഏത് കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു അൺഹെൽത്തി സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യാം. അല്ലെ, ഈ ഒരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യണം എന്നുള്ള ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുകൾക്ക് എന്താണ്, നീട്ടി വെച്ച് അവർ കൊണ്ടുപോകും, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അല്ലേ? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം മോർണിംഗ് ക്ലാസ് എടുക്കാനായിട്ട് മോർണിംഗ് ക്ലാസ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഓവറായിട്ട് നമ്മൾ പെർഫെക്ഷനിസം ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്ന് ചെയ്യില്ല, നാളെ ചെയ്യാം, നാളെ ചെയ്യാം, എനിക്കിന്ന് പറ്റില്ല, എനിക്കൊന്നുകൂടെ പ്രിപ്പയർഡ് ആവാനുണ്ട്, അല്ലെ? അങ്ങനെ പറഞ്ഞുകൊണ്ട് നീട്ടി നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നമ്മളങ്ങ് ഇറങ്ങി ചെയ്യാന്നുള്ളത്, ഇപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും ബിസിനസ് ആവട്ടെ, നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്നവരിൽ പലർക്കും അല്ലെ പല ഗോൾസും ഉള്ളവരായിരിക്കും, പല ആഗ്രഹങ്ങളുള്ളവരായിരിക്കും, പല സ്കില്ലുള്ളവരായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് അത് അപ്ലിക്കബിൾ അല്ല. പെർഫെക്റ്റ് എന്ന വാക്ക് തന്നെ നെഗറ്റീവ് ആണെന്നാണ് പറയാറുള്ളത്. കാരണം പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യരില്ല, പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല. കാരണം അതിലേറെ ബെറ്റർ ആയിട്ട് വീണ്ടും ചെയ്യും, അല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ ബെറ്റർ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഒട്ടും അപ്ലിക്കബിൾ അല്ല. അതൊരു നെഗറ്റീവ് വേർഡാണ്. ഓക്കെ. അത് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്നോട്ട് വലിക്കും. അപ്പൊ നമ്മൾ തന്നെ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആണോ എല്ലാ രീതിയിലും? അല്ല, അത് പോസിബിൾ അല്ല. അത് ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ വീക്ക് ഉണ്ടാവും. അത് പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ഒട്ടും അപ്ലിക്കബിൾ അല്ല. ആരും ഇവിടെ പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വൃത്തിയോടെയും വളരെ ക്ലിയറോടെ മാക്സിമം നമ്മുടെ ടൈമൊക്കെ യൂസ് ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് പെർഫെക്റ്റ് ആവാനായിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും, ഒന്നും നമുക്ക് ഓക്കെ ആയിരിക്കില്ല. ഓക്കെ. ഇതൊക്കെ നമുക്ക് ട്രോമകളിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ട്, കമ്പാരിസൺ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഒരുപാട് ഒരു മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു പെർഫെക്ഷനിസം, OCD എന്നൊക്കെ പറയുന്ന പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം നമുക്ക് ഹീൽ ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്കൊന്നും ചെയ്താൽ ക്ലിയർ ആയിട്ട് തോന്നൂല, ഒന്നും കൂടെ അത് ബെറ്റർ ആക്കണം, ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് മാത്രമായിട്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട്, അല്ലെ? OCD പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടാവും. ഇവയെല്ലാം നമുക്ക് ആ ഒരു ചൈൽഡ്ഹുഡ് ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെന്താണ് ഒരു കാര്യമുള്ളത്? ടൈം മാനേജ്മെന്റ്. പുവർ ടൈം മാനേജ്മെന്റ് നമ്മുടെ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷന് കാരണമാണ്, അല്ലെ? ഒരു ഡേ എല്ലാവർക്കും 24 അവേഴ്സ് ആണുള്ളത്, അല്ലെ? പക്ഷെ ചില ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ചില ആളുകൾ വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങ്
ആ ഒരു ഡേ തീർന്നു പോകുന്നു. എന്താണ് ഇതിന്റെ ഒരു റീസൺ എന്താണ്? നമ്മൾ ഒരു ഡേ കറക്റ്റ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രോബ്ലം. ഈ ഒരു ഓരോ മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ചെയ്യാറുണ്ട്, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക അല്ലേ? ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. തലേ ദിവസം തന്നെ നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, അതുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തുകൊണ്ട്, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് മീൻസ് കുറച്ച് പ്രയാസമുള്ള കാര്യം, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ഡേയിൽ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി അതിന് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ടൈം, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഈ ഒരു ടൈം മുതൽ ഈ ഒരു ടൈം വരെ ഞാൻ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒരു ഡേ നമുക്ക് യൂസ് ചെയ്യാനും സ്പെൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു ടൈം മാനേജ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല, നമ്മൾ ടൈം സ്കെഡ്യൂൾ ചെയ്യുന്നില്ല, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ ആ ഡേ അങ്ങ് തീർന്നു പോവുക ചെയ്യുക അല്ലേ? നമുക്ക് മണിക്കൂറുകളൊക്കെ ഒരു മിനിറ്റുകളുടെ രീതിയിൽ അങ്ങ് തീർന്നു പോകും. അപ്പം അതിന് പകരമായിട്ട് നമ്മുടെ ഒരു ഡേ നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് അത് ആ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാം. മാക്സിമം കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. മാക്സിമം നമ്മുടെ ടൈം നമ്മൾ യൂസ് ചെയ്യുക. അതിൽ തന്നെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ അത് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ വരുന്നുണ്ട്, ഈ പ്രൊക്രാസ്റ്റിനേഷൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ വളരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതും ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനായിട്ട് ഉള്ളൊരു സൊല്യൂഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? സോഷ്യൽ മീഡിയ, ഇപ്പം നേരത്തെ പറഞ്ഞ അഡിക്ഷൻ അല്ലേ? ഒരു ദിവസത്തെ എന്താ ചെയ്യുന്നത്? 24 അവേഴ്സിനെ ഒരു 8 അവേഴ്സിൻ്റെയും കൂടെ എന്താ പറയുക, ഡ്യൂറേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? നമ്മൾ അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല ടൈം എവിടെ പോകുന്നു എന്നുള്ളത്. ശരിയല്ലേ? നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും നമ്മൾ ഈ ഒരു ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് അതിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്നും വഴി മാറി എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നത് അറിയുന്നേയില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മെ വെച്ച് മറ്റുള്ളവർ നമ്മുടെ ടൈം, വാല്യുബിൾ ആയിട്ടുള്ള ടൈം വെച്ച് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത് അല്ലേ, നമ്മുടെ ക്യാഷും അതിൽ പോകുന്നുണ്ട്. ഈ ഒരു ടൈം വെച്ചിട്ടാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നു. നമുക്ക് അതിനോടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അതിൽ നിന്നും പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഉപകാരപ്പെടുന്ന ഒരു അല്ലേ, ഇത്രയും നമുക്ക് യൂസ്ഫുൾ ആണ് ഏതൊരു സോഷ്യൽ മീഡിയ ഇതാണെങ്കിലും ആപ്പാണെങ്കിലും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? നമ്മളാണ് അവിടെ പ്രശ്നക്കാർ. നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ട വീഡിയോസും ഒരുപാട് ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഇടയിലുള്ളതാണ്. അവരുടെ ലൈഫ് അവരങ്ങ് കാണിക്കുകയാണ് അല്ലേ? അവരുടെ ലൈഫ് അവർ അങ്ങ് പുറത്തേക്ക് കാണിക്കുക, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. എന്താ നമുക്ക് അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒന്നുമില്ല. നമ്മുടെ ടൈം, നമ്മുടെ എനർജി, ഇവയെല്ലാം അവിടെ വേസ്റ്റായി പോവുകയാണ്. നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അവയെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അവയെല്ലാം നാളെ ചെയ്യണം ആഗ്രഹമുണ്ട്, അതിൻ്റെ പുറത്തുള്ള സ്ട്രെസ് ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷെ ഒന്നും ചെയ്യാതെ ഓരോ ദിവസവും നമ്മളിൽ നിന്നും എന്താണ് ലോസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സമ്പത്താണ് ടൈം. ഈ ഒരു ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയുടെ മുമ്പിലും അല്ലേ, ഒരു റീൽസ് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ വീഡിയോസും അല്ല ഓരോ കാര്യങ്ങൾ, ഡ്രാമാസ് ഇവയൊക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഗെയിമിങ് അല്ലേ, ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷന് പല റീസൺസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതിനൊരു കാരണമാണ്.
അപ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു റിലാക്സേഷൻ മോഡിലേക്ക് പോകണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫോൺ എടുക്കുന്നു. അങ്ങനെയും ഉണ്ടാവും. ആ ഒരു ഇതിലേക്ക് ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഇരിക്കുകയാണ്. ഈ ഒരു അഡിക്ഷൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ മാത്രമല്ല, ആൽക്കഹോളിക് ആവുന്നത്, ഡ്രഗ് അഡിക്ഷൻ, ഇവയ്ക്കൊക്കെ പിന്നിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒരു വലിയ കാരണം തന്നെയാണ്. അപ്പോൾ ഹീലിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു അഡിക്ഷനും കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും നമുക്ക് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷന് കാരണമാണ്. പിന്നെ ഉള്ളതെന്താണ്? ടാസ്ക് അവേഷൻ. ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിയും, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അത്രയും സ്ട്രെസ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്? നമ്മളൊരു പെന്നും ഒരു നോട്ട് പാഡും പേനയും എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. എഴുതി വെച്ച് അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ട, ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ നമ്മൾ പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരു സ്കെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എത്രയും വലിയ ടാസ്കും, ഒരുപാട് ടാസ്ക് ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ എല്ലാം കൂടെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓവർവെൽംഡ് ആവും, അല്ലേ? ഇപ്പോൾ കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ പോലും ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളും അസൈൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ അവരും ഓവർവെൽംഡ് ആവുകയും സ്ട്രെസ്സിലേക്ക് പോവുകയും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് അവരും എത്തിക്കഴിയും. ഇത് എല്ലാവരുടെയും കേസിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് സ്കെഡ്യൂൾഡ് ആവുക. നേരത്തെ പറഞ്ഞ പോലെ ടൈം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് നമ്മളത് ടിക്ക് ഇടുക. ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു കാര്യം നമ്മൾ ഏത് രീതിയിലാണോ അത് എടുക്കുന്നത് എന്നുള്ളതാണ് വിഷയം. നമ്മളത് പ്രശ്നമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെ ആയിരിക്കും. അതിനു പകരം അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കോഴ്സസ് ആയിട്ടും ഇനിയും ഉണ്ട്. പക്ഷെ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ളതും നിങ്ങളെന്ന് അറിയിക്കാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെയും ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ആക്ഷനിലൂടെ, സൊല്യൂഷൻസ് ആക്ഷനിലൂടെ കൊണ്ടുവരുന്നതിലൂടെയും നമുക്ക് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയായിരുന്നു ആ പോയിന്റ്സ്? എന്തൊക്കെയായിരുന്നു? ഒന്ന്, ലോ സെൽഫ് എസ്റ്റീം, അല്ലേ? നമ്മൾ നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സെൽഫ് ലവ്, അതുപോലെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷനിലൂടെ, സെൽഫ് ഫോർഗീവ്നെസ്സിലൂടെ, മിറർ പ്രാക്ടീസിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമി മാം കറക്റ്റ് ആയിട്ടൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് കാരണമാണ് ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്, ഫിയർ ഓഫ് ഫെയിലർ, പെർഫെക്ഷനിസം, പുവർ ടൈം മാനേജ്മെന്റ്, സോഷ്യൽ മീഡിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസും മനസ്സിലാക്കി ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾ ഇപ്പം മുതിർന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിലും അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്, അല്ലേ? പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കേസിലും ഇത്തരത്തിലുള്ള ആങ്സൈറ്റി, ഇപ്പോൾ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലേ? ഇപ്പോൾ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ മാർക്ക് കുറയുക, അല്ലെങ്കിൽ ക്രൗഡ് മീൻസ് സ്കൂളിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് ഇങ്ങനെ പ്രോക്രാസ്റ്റിനേഷന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഹീല് ചെയ്ത് ഒരു ക്ലിയർ ആയിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൽപ്പ് അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കോഴ്സ് വരുന്നുണ്ട്, കുട്ടികളുടെ സ്റ്റുഡൻറ് CFT എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന 4th സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള
കോഴ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടോ ഇതുവരെ കറക്റ്റായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരുന്നൊരു കുട്ടി അതിനുശേഷം വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് ഡൗൺ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാം. അത് EFT ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തുകൊണ്ട് ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇന്നത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? ക്ലിയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ആർക്കൊന്നും ചോദിക്കാനില്ലെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അപ്ലൈ ചെയ്യുക. പ്രൊക്രാസ്റ്റിനേഷനൊക്കെ ഒഴിവായി വളരെ അടിപൊളിയായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ.